ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൽ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ പാർട്ടിൽ വരുന്ന ഹോം ഫയർ എന്ന നോവലാണ് നമ്മൾ നോക്കുന്നത്. കമല ഷംസി എഴുതിയിട്ടുള്ള ഈ നോവലിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് 5 ചാപ്റ്ററുകളിൽ 5 വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് ഈ കഥ പറയുന്നത്. നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് വരാവുന്നത് ഏതൊക്കെയാണ് ഈ 5 ക്യാരക്ടേഴ്സ് എന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്നതെന്നുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. നമ്മളിവിടെ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇസ്മ. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഇസ്മ, a young British Muslim woman who has shouldered the responsibility of caring for her younger siblings after the death of their mother. ഈ സ്റ്റോറിയിലെ ഫസ്റ്റ് പെർസ്പെക്റ്റീവ് വരുന്നത് ഇസ്മ എന്ന ക്യാരക്ടറിൻ്റെയാണ്. ഇസ്മ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് മുസ്ലിം വുമനാണ്. അവർ ബ്രിട്ടനിലാണുള്ളത്. അവരുടെ അമ്മ മരിച്ചതിന് ശേഷം അവരുടെ സിബിലിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു അമ്മയെപ്പോലെ അവരാണ് നോക്കുന്നത്. Isma's point of view offers insights into her struggles with identity, family, and the challenges of being Muslim in a post-9/11 world. ഇനി ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. അതായത് ഒരു മുസ്ലിം എന്ന നിലയിൽ ഇവർ ബ്രിട്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ കൾച്ചറിൽ ഡിഫറൻസ് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നീട് അവരുടെ ഫാമിലി, അവർ അമ്മയില്ലാതെ ഈ സിബ്ലിങ്സിനെ നോക്കുന്നത് അവരാണ്, അത്തരം കാര്യങ്ങൾ. പിന്നീട് ഈ ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു മുസ്ലിം പേരുമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ നേരിടുന്ന അത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ ഇസ്മ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുന്നത്. അടുത്ത ക്യാരക്ടർ വരുന്നത് അനീക്കയാണ്. ഇസ്മാസ് യങ്ങർ സിസ്റ്റർ അനീക്ക ബിക്കംസ് റൊമാൻറ്റിക്കലി ഇൻവോൾവ് വിത്ത് ഈമോൺ ലോൺ, ദ സൺ ഓഫ് എ പവർഫുൾ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ. അനീക്ക ഇസ്മയുടെ അനിയത്തിയാണ്. അവർക്ക് ഈ സ്റ്റോറിയിൽ ഒരു റൊമാൻറ്റിക് അഫെയർ ഉണ്ടാവുന്നുണ്ട്. ഈമോൺ ലോൺ എന്നു പേരുള്ള ഒരു ബ്രിട്ടനിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനാണ്. അയാളുമായിട്ടാണ് ഇവൾക്ക് ഒരു റൊമാൻറ്റിക് അഫെയർ ഉണ്ടാവുന്നത്. അനീക്കാസ് പോയിന്റ് ഓഫ് വ്യൂ പ്രൊവൈഡ്സ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹർ മോട്ടിവേഷൻസ്, ഡിസയേഴ്സ് ആൻഡ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് എ റിലേഷൻഷിപ്പ് വിത്ത് ഈമോൺ. ഇനി ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് ഇവളുടെ ഈ മോട്ടിവേഷൻസ്, ഡിസൈർസ്, ഇവളുടെ ആഗ്രഹങ്ങൾ, ഇവളുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ഇവൾക്ക് ഈമോനുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലുണ്ടാവുന്ന കോംപ്ലക്സിറ്റീസ്, സങ്കീർണതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ അനീക്കയുടെ സഹോദരനായിട്ടുള്ള പർവേസിന് ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഇയാളിൽ നിന്ന് സഹായം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവൾക്ക് അങ്ങനെ മോട്ടിവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള ആ റിലേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത്. ഇനി പർവേസ്, ദ ബ്രദർ ഓഫ് ഇസ്മ ആൻഡ് അനീക്ക. ഇനി ഇവരുടെ സഹോദരനാണ് പർവേസ്. പർവേസ് ഈസ് ഡ്രോൺ ഇൻ ടു വേൾഡ് ഓഫ് റാഡിക്കലൈസേഷൻ ആൻഡ് ടെററിസം, സീക്കിംഗ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് പർപ്പസ്. പർവേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ റാഡിക്കലൈസേഷൻ ആൻഡ് ടെററിസം, തീവ്രവാദത്തിലൊക്കെ പെട്ടുപോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അയാൾക്ക് ജീവിതത്തിന് പ്രത്യേകിച്ചൊരു പർപ്പസ്, ലക്ഷ്യമില്ലാത്തൊരു സാഹചര്യത്തിൽ അയാളുടെ ജീവിതം ഇത്തരം കാര്യങ്ങളിലേക്കാണ് സമർപ്പിക്കുന്നത്. ഹിസ് പോയിന്റ് ഓഫ് വ്യൂ റിവീൽസ് ദി ഇന്റേണൽ കൺഫ്ലിക്ട്സ് ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ് ദാറ്റ് ലെഡ് ഹിം ഡൗൺ എ ഡേഞ്ചറസ് പാത്ത്. ഇനി ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് ഇയാൾ ഇങ്ങനെ ഈ തീവ്രവാദ സംഘടനയൊക്കെയായി ബന്ധപ്പെട്ട് അതിനകത്ത് ചേർന്ന് പോകുന്നുണ്ട്. പക്ഷേ അവിടെ പോയതിനു ശേഷം അയാൾക്കതിൽ കുറ്റബോധം ഉണ്ടാവുകയും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അയാളുടെ മനസ്സിലുള്ള ആ സങ്കീർണത, പിന്നെ എങ്ങനെ അയാൾ അതിനകത്ത് എത്തപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പർവേസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുന്നത്. പിന്നെ വരുന്നത് കറാമത്ത് ലോൺ, ഈമോൺസ് ഫാദർ ആൻഡ് എ പ്രൊമിനൻറ്റ് പൊളിറ്റീഷ്യൻ. ഈ കറാമത്ത് ലോൺ എന്ന് പറയുന്ന ക്യാരക്ടർ നേരത്തെ പറഞ്ഞ ഈമോൺ ലോൺ, അതായത് ഈ അനീക്കയ്ക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്ന ആ ഒരു യുവാവിൻ്റെ പിതാവാണ് ഈ കറാമത്ത് ലോൺ എന്ന് പറയുന്ന ക്യാരക്ടർ. ആളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. കറാമത്ത് ലോൺസ് പോയിന്റ് ഓഫ് വ്യൂ ഓഫേഴ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഐഡൻറ്റിറ്റി, പവർ ആൻഡ് ലോയൽറ്റി. ഇനി ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഈ അധികാരത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ലോയൽറ്റിയും, അതായത് ഇയാളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഇയാളുടെ കുടുംബത്തിന് വേണ്ടിയാണോ അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത്, സമയം കണ്ടെത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത്.
ഹിസ് ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് ദ ടെൻഷൻസ് ബിറ്റ്വീൻ പേഴ്സണൽ അംബീഷൻ ആൻഡ് ഫാമിലിയൽ ഒബ്ലിഗേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഇയാളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും അത് രണ്ടും ഇടയിലുണ്ടാവുന്ന ഒരു കൺഫ്ലിക്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു പോകുന്നത്. ഈമോൻ ലോൺ. ഇനീഷ്യലി Emon's point of view seems straightforward, reflecting his privileged upbringing and his growing feelings for Anika. ഇതിൽ ലാസ്റ്റ് ക്യാരക്ടർ വരുന്നത് ഈമോൻ ലോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു അനീക്കയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നിട്ടുള്ള ആളാണ്. ഈ നേരത്തെ പറഞ്ഞ പൊളിറ്റീഷ്യൻ്റെ മകനാണ്. ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തുടക്കത്തിൽ വളരെ സിമ്പിളാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ എന്നുള്ള രീതിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അനീക്കയോടുള്ള ഈ ഫീലിങ്സ് ഒക്കെയാണ് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. However, as the story unfolds, his perspective becomes more nuanced, revealing the internal conflicts he faces between loyalty to his family and his own sense of morality. പിന്നീട് ഈ കഥ മുന്നോട്ട് പോകുമ്പോഴാണ് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കോംപ്ലക്സിറ്റീസ് വരുന്നത്. അത് അയാളുടെ ഫാമിലിയോടുള്ള ലോയൽറ്റി, അതേപോലെ തന്നെ അയാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ധാർമ്മികത. ഈ അനീക്ക എന്ന് പറയുന്ന ക്യാരക്ടർ അവളുടെ അനിയൻ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിലൊക്കെ പെട്ടുപോകുന്ന സമയത്ത് അയാളെ സഹായിക്കാനും അവിടുന്ന് തിരിച്ച് എത്തിക്കാനും കൊണ്ടുവരാനും ഒക്കെയുള്ള സഹായം ഈമോനോടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരമുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇയാളുടെ ഫാമിലിയോടുള്ള ലോയൽറ്റിയും അതുപോലെ തന്നെ ഇയാളുടെ സ്വന്തം ധാർമ്മികത തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു നോവലിൽ വരുന്ന 5 ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരം കാര്യങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.